വല്യശാല രാജു. മത്സ്യബന്ധനവും കൊല്ലവും. കേരളത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ പ്രഥമ സ്ഥാനം കൊല്ലം ജില്ലയ്ക്കാണ്. കേരളത്തിന്റെ ആകെ മത്സ്യ ഉൽപാദനത്തിന്റെ 27% കൊല്ലം ജില്ലയുടെ സംഭാവനയാണ്. കേരളത്തിൽ 590 കിലോമീറ്റർ കടൽ തീരമുണ്ട്. ഇതിൽ 41 കിലോമീറ്റർ തീരം കൊല്ലം ജില്ലയിലാണുള്ളത്. പ്രാചീന തുറമുഖ നഗരമായ കൊല്ലം തെക്ക് പടിഞ്ഞാറൻ തീരദേശത്ത് സ്ഥിതി ചെയ്യുന്നു. AD 1857 മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാളിൻ്റെ കാലത്ത് പടയോട്ടത്തിന് പാത ഒരുക്കാനായി കൊല്ലം മുതൽ കായംകുളം വരെയും തുടർന്ന് കൊല്ലം മുതൽ പരവൂർ വരെയും തീർത്ത തീരദേശ ജലപാത ഉൾനാടൻ ജലാശയ വിസ്തൃതിയിൽ വരുത്തിയ വർധന മത്സ്യലഭ്യതയിലും വർധനവുണ്ടാക്കി. കൊല്ലം, ഇരവിപുരം, മയ്യനാട്, ശക്തികുളങ്ങര, നീണ്ടകര, പുത്തൻതുറ, ചവറ, പത്മന, പടപ്പക്കര, ക്ലാപ്പന എന്നീ സ്ഥലങ്ങളിലാണ് ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നത്. ജില്ലയുടെ മത്സ്യ ഉൽപാദനം പ്രതിവർഷം 10,000 ടണ്ണാണ്. ഇത് സംസ്ഥാനത്തെ ആകെ ഉൽപാദനത്തിൻ്റെ 1/3 വരും. ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യസമ്പത്തിൻ്റെ 85% കടലിൽ നിന്നും ബാക്കി 15% ഉൾനാടൻ ജലാശയങ്ങളിൽ നിന്നുമാണ്. ജില്ലയിലെ പ്രധാന നദികൾ കല്ലട, ഇത്തിക്കര എന്നിവയാണ്. അഷ്ടമുടി, പരവൂർ കായലുകളും ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായലും കൊല്ലം ജില്ലയിലാണ്. ജില്ലയിൽ ഏകദേശം 8604 ഹെക്ടർ ഓരുജല പ്രദേശമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. ജില്ലയിലാകെ ഏകദേശം 30,000-ഓളം പേരാണ് മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്നത്. ഇതിൽ 20,000-ഓളം പേർ കടലിനെ ആശ്രയിക്കുമ്പോൾ ബാക്കി ഉൾനാടൻ ജലാശയങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു. ജില്ലയിലാകെ 1.25 ലക്ഷത്തോളം പേർ മത്സ്യ വ്യവസായ മേഖല ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരാണ്. സർക്കാർ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 1127 യന്ത്രവൽകൃത ബോട്ടുകളും 2588 എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങളും 1673 നാടൻ വള്ളങ്ങളും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നു. കൊല്ലം ജില്ലയിൽ 306 മത്സ്യ മാർക്കറ്റുകളുണ്ട്. ഇതിൽ 39 വലിയ മാർക്കറ്റുകളാണ്. യന്ത്രവൽകൃത ബോട്ടുകളുടെ ആധിക്യവും അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതികളും മത്സ്യലഭ്യത കുറച്ചിട്ടുണ്ട്. മത്സ്യസമ്പത്തിൻ്റെ അമിത ചൂഷണം ഒഴിവാക്കാനായി ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ പ്രധാനമായും കൊല്ലം ജില്ലയിൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമം, അതായത് ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കുകയുണ്ടായി. കേരളത്തിലെ ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ കൊല്ലം ജില്ല 3-ാം സ്ഥാനത്താണ്. ഉൽപ്പാദനം പ്രതിവർഷം 3075 ടണ്ണാണ്. അമിത ചൂഷണവും മലിനീകരണവും മൂലം ഉൾനാടൻ മത്സ്യസമ്പത്ത് അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. N. ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1988 നീണ്ടകരയിൽ സംസ്ഥാന സർക്കാർ മൺസൂൺ കാലത്ത് 61 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയത്. 89 കേരള തീരമാകെ നിരോധനം പ്രാവർത്തികമാക്കി. 24 മുതൽ 45 ദിവസം വരെയാണ് നിരോധനാജ്ഞയുടെ കാലയളവ്. 1988 നീണ്ടകരയിൽ നിരോധനാജ്ഞ ലംഘിച്ചവർക്കെതിരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചിരുന്നു. മത്സ്യോൽപാദനം 1984 4.25 ലക്ഷം ടണ്ണിൽ നിന്ന് 87 2.8 ടണ്ണായി കുറഞ്ഞിരുന്നു. എന്നാൽ മത്സ്യനിരോധനത്തെ തുടർന്ന് 88 4.69 ലക്ഷം ടണ്ണായി മത്സ്യ ഉൽപാദനം ഉയരുകയും ചെയ്തു. 1996 1997 ഉൽപാദനം യഥാക്രമം 5.25 ലക്ഷം ടണ്ണായി. സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള 12 നോട്ടിക്കൽ മൈൽ അഥവാ 50 മീറ്റർ വരെ ആഴമുള്ള തീരക്കടലിലാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയിട്ടുള്ളത്. മത്സ്യത്തിൻ്റെ പ്രജനനത്തിന് അനുയോജ്യമായ സാഹചര്യമൊരുക്കിയാണ് മത്സ്യ ട്രോളിംഗ് നിരോധനത്തിന്റെ ലക്ഷ്യം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു.